ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിൽ മറ്റും കാണുന്ന ഒരു വെയിങ് മെഷീനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഹെൽത്ത് ജെനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വെയിങ് മെഷീനാണിത്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഒന്നും കാണുന്നില്ല. കണ്ടിട്ട് ഡിസ്പ്ലേ പോയതാണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഇത് പ്രസ് ടൈപ്പ് ലോക്കാണുള്ളത്. ഇതിനുള്ളിലേക്ക് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, കത്തിയോ സ്ക്രൂ ഡ്രൈവറോ കടത്തി എല്ലാ ഭാഗം ഒരുപോലെ ഇതുപോലെ തിക്കി പുറത്തേക്ക് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. കത്തി കയ്യിലൊന്നും മുട്ടരുത്. മാത്രമല്ല അതിനുള്ളിൽ വയറുകളൊക്കെ കാണും. അതൊന്നും മുറിഞ്ഞു പോകാൻ പാടില്ല. ഇതിനെ ഇതേപോലെ തിരിച്ച് അടച്ചു വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിലെ ക്ലിപ്പൊന്നും പൊട്ടിക്കാതെ എടുക്കുക. ഇനി ഇത് തുറന്നതിന് ശേഷം കാണാം. ബാക്ക് കവർ തുറന്നതിന് ശേഷം കാണുന്നതാണിത്. ഒരു ചെറിയ PCB മാത്രം ഉണ്ട്. കൂടാതെ 3 കണക്ഷൻ വീതം 4 സൈഡിലേക്കും പോകുന്നു. ഇതിനുള്ളിൽ 4 അറ്റത്തായി കാണുന്നത് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറാണ്. വെയിറ്റ് കയറുമ്പോൾ ഈ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഫോറിനുള്ളിൽ നിന്നും ഒരു ചെറിയ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ചെറിയ വോൾട്ടേജിനെ ആംപ്ലിഫിക്കേഷൻ ചെയ്ത് കാലിബ്രേഷൻ ചെയ്ത് ഡിസ്പ്ലേയിൽ കാണിക്കുക എന്നുള്ളതാണ് ഈ വെയിങ് മെഷീൻ ചെയ്യുന്നത്. SMD ടൈപ്പ് ഒരു മൈക്രോ പ്രോസസ്സറാണ് ഇതിനകത്തുള്ളത്. ഇത് അഴിച്ചു നോക്കാം. അഴിച്ചപ്പോൾ തന്നെ അതിലെ വയറുകളെല്ലാം വിട്ടുപോയി തുടങ്ങി. ഇവിടെ ഒരു ഡോട്ടിട്ട് വയ്ക്കാം. ആദ്യമായി അഴിക്കുന്നതല്ലേ, തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകണ്ട. ഡിസ്പ്ലേ കണ്ടിട്ട് തന്നെ മനസ്സിലായി ഇതൊരു പോക്ക് കേസാണ്. മെയിൻ PCB നോക്കാം. ഡിസ്പ്ലേയിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന റബ്ബർ പാഡിൻ്റെ ആ ഭാഗം മുഴുവനും ക്ലാവ് പിടിച്ച് നാശമായിരിക്കുന്നു. അതിനെ കുറച്ച് പെട്രോൾ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുന്നതിനായി പെട്രോളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വേറെ എങ്ങും തെറിക്കാതിരിക്കാനൊരു പേപ്പർ വെച്ചതാണ്. അപ്പോൾ നോക്കിയപ്പോൾ വയറുകളെല്ലാം ഓരോന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കണക്ഷൻ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒന്ന് എഴുതി വയ്ക്കാം. ഇത്തരം പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്കറിയാത്തതാണെങ്കിൽ ഒരു പിക്ചർ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുക. പെട്രോൾ ഇട്ട് കഴുകിയതിന് ശേഷം നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ റബ്ബർ പാഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന എല്ലാ സർക്യൂട്ടുകളും ദ്രവിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അതിനെ ഒന്ന് ചിരണ്ടി ക്ലീനാക്കിയതിന് ശേഷം വേറെ കോപ്പർ ജമ്പർ വയർ ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കേണ്ടി വരുന്നു. അത് വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന റബ്ബർ പാഡ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം ഡിസ്പ്ലേയിലേക്ക് കണക്ഷൻ വരുന്ന പാഡ് എല്ലാം മുറിഞ്ഞത് വേറെ ജമ്പർ വയറിട്ട് സോൾഡർ ചെയ്തു. സോൾഡർ ചെയ്യുന്നതിന് മുമ്പായി അതിനൊന്ന് ക്ലീൻ ചെയ്തു. അതുകൂടാതെ ഇതുപോലൊരു ഭാഗം മറുസൈഡിലുമുണ്ട്. അവിടെ ഇതിൻ്റെ കണക്ഷൻ കിട്ടുമോ എന്ന് നോക്കി. പക്ഷേ അതും പ്രാവർത്തികമായില്ല. എല്ലാം തന്നെ മുറിഞ്ഞു പോയതാണ്. അതിനെ വയറിട്ട് കൊടുത്തതിന് ശേഷമുള്ള ഫോട്ടോയാണ് ഇനി കാണുന്നത്. മറു സൈഡിലും ഇത്ര ഒരു പാടുണ്ട്. അത് പ്രകാരം ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. പക്ഷേ റിസൾട്ട് ഒന്നും വന്നില്ല. ഇപ്പോൾ മുറിഞ്ഞു പോയ വയറുകളെല്ലാം കണക്ട് ചെയ്തു. വയറുകളെല്ലാം കണക്ട് ചെയ്തു. എല്ലാം ഫിക്സ് ചെയ്തു. ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ബാറ്ററി ഇട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ലെറ്റർ എല്ലാം വരുന്നില്ല. പലതും മുറിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഡിസ്പ്ലേ വർക്കിംഗ് അല്ല, ഡിസ്പ്ലേ പോയതാണ്. ഈ ഡിസ്പ്ലേ കിട്ടുമോ എന്ന് ഒരു അന്വേഷണം നടത്തി നോക്കി.
പക്ഷേ ഡിസ്പ്ലേക്ക് നല്ല വിലയുണ്ട്. ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ ആ ഡിസ്പ്ലേയുടെ വിലയിൽ തന്നെ ഈ മെഷീൻ മുഴുവനും കിട്ടും. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഏതായാലും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കാണാൻ പറ്റി. അത് തന്നെ വളരെ സന്തോഷം. ഇതിന് മുകളിലായി കുറച്ച് വെയിറ്റ് കൊടുത്ത് നോക്കാം. എന്തൊക്കെയോ അക്ഷരങ്ങൾ മാറുന്നുണ്ട്. അതിനർത്ഥം ഇത് സെൻസ് ചെയ്യുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുവാൻ ഡിസ്പ്ലേ ഇല്ല. ഇനി ഇത് ശരിയാക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.